ഹായ് 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 ചെയ്യുന്നവരൊക്കെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ ചെങ്ങേറെ ഇപ്പം കണ്ടോളിട്ടാ ഈ കോലം ഞങ്ങൾ മാറ്റാൻ വേണ്ടി പോവാണ്. ഇത് ഇന്നലെ ഇവിടുന്ന് വാങ്ങിയത്. തൊപ്പി അങ്ങനെ പുതിയൊന്നും അല്ല അത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇന്നലെ സ്കൂളിൽ ഇതാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ റൂമാണിത്. അതെ, ഞങ്ങളുടെ കട്ടിലാണ്. ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഇന്നലെ കിടന്നത്. നമ്മുടെ ലാപ്ടോപ്പ് കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ എല്ലാത്തിനും നല്ല സുഖമായിരുന്നു. നമ്മുടെ എന്താ പറയുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ രാവിലെ ഇട്ട വീഡിയോ ഇവിടെ നിന്നുകൊണ്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് ടോയ്ലറ്റാണ്, ടോയ്ലറ്റ് സൗകര്യം അറ്റാച്ച്ഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഗ്രൂപ്പിലുള്ള. പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഇവിടുന്ന് എന്താ പറവത്ത ടൗണിലേക്ക് പോവാണ് അല്ലേ. സാറാണെങ്കിൽ പി വി സാറിൻ്റെ അവിടെ, പി വി സാറല്ല ഓർച്ചത്തിൽ വീഡിയോ കോളാണ്. ഭയങ്കര ആൾക്ക് ശരിക്കും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ശബ്ദത്തിൽ സംസാരിക്കാം, നല്ല അടിപൊളി. സാറെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ വന്ന് ഇത്ര അതാണ് എന്താ പറയുക. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി എടുക്കണില്ല. പറവത്ത വരെ ഞങ്ങൾ നടക്കണം. ഇവിടുന്ന് 2 കിലോമീറ്റർ നടന്നു പോകുന്നത്. 2 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ കണ്ടങ്ങനെ പോകാം. അല്ല എൻ്റെ തല അങ്ങനെ ഞാനെങ്കിൽ ഒരു തല കാണിച്ചു തരാം. അപ്പോൾ സാറ് ഇവിടെ ഉണ്ട്, അനിൽ സാറ് പുറത്ത് പോയതാണ്. പക്ഷേ പി സാറ് നമ്മളിവിടെ ടൗണിലേക്ക് വരുന്നില്ല അല്ലേ. സാറ് എന്താ പറയുക, എന്തിനാ സാറ് പോയത് പറഞ്ഞ് അനിൽ സാറ്? പിന്നെ ഹൗസ് കോണ്ടാക്ട് പോവും. പിന്നെ ഈ കുട്ടികളെ പ്രചരണത്തിന് പോയി കഴിഞ്ഞാൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണമാണ്. അതെ, അത് ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലേ? എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും. എന്നാൽ പിന്നെ ഞങ്ങളും തന്നെ ഇറങ്ങട്ടെ സാറേ. ഞങ്ങൾ പോയിട്ട് ഒന്ന് ഹെയർ കട്ട് ചെയ്തിട്ടൊക്കെ വരാം. അതാകുമ്പോൾ ഒന്ന് മനുഷ്യക്കോലത്തിലേക്ക് വരണം ഞങ്ങൾക്ക്. നമുക്ക് ആ പരിപാടിക്ക് പോകണം കേട്ടോ. വേറെ പ്രോഗ്രാം ഉണ്ട്, പറ്റുവാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ പോകാം. കാരണം ഞാൻ വരുന്നുണ്ട്. ഞാൻ നിന്റെ വണ്ടിയിൽ വരും. ഓക്കെ, എന്നാൽ പോവാം. പിന്നെ നമ്മൾ 3 ആൾ വണ്ടിയിൽ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഈ ചാക്ക് നമ്മളതാണ്. കുറ്റീൻ്റെ ഒപ്പം വെച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ കുറ്റി കൊണ്ടുപോകാൻ മാതിരി എന്താ വെച്ചാൽ അലക്കാനുള്ളതാണ്, കംപ്ലീറ്റ് അലക്കാനാണ്. അലക്കാനുള്ളത് അലക്കണം, കുളിക്കണം, ഒരുപാട് പരിപാടി ഉണ്ട്. കുളിക്കണതിന് ഞങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥലം കിട്ടിയിട്ട് വേണം മുടി വെട്ടാൻ. എല്ലാവർക്കും ഞങ്ങളോട് ആദ്യം പറയാനുള്ളൊരു പരാതിയാണത്. നിങ്ങളൊന്ന് മുടി വിട്ടു. നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാത്തത് കൊണ്ടല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്ന ആളുകളാണ്. പക്ഷേങ്കിൽ നമ്മൾക്ക് എന്താ വെച്ചാൽ മുടി വെട്ടി കഴിഞ്ഞാൽ കുളിക്കണ്ടേ, എന്നും കുളിക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇത്രയും ദിവസം വെട്ടാഞ്ഞത്. നമ്മളുടെ വണ്ടി ഇന്നലെ ഇവിടുന്ന് എടുത്തിട്ട് ഇന്നല്ലേ അനിൽ സാറല്ലേ അനിൽ സാർ ഇവിടുന്ന് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിരുന്നത്. നമ്മൾ വന്നപ്പോൾ നിർത്തി അവിടെ തന്നെ ആയിരുന്നു. പിന്നെ അനിൽ സാർ എടുത്തിട്ട് അവരുടെ പോർച്ചിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് സ്കൂളിൻ്റെ ബസ്സാണ്. ഞങ്ങൾ നടന്നു പോണേ, കാഴ്ചകൾ കണ്ട് അങ്ങനെ നടന്നു പോവാം. ഇവിടെയൊക്കെ എന്താ പറയുക, ഈ ഒരു നാടിന് വേറെ പ്രത്യേകതകളുണ്ട്. ഈ ഒരു വില്ലേജിന്, അതായത് ഇതൊരു ഗുണ്ടാ വില്ലേജാണ് അല്ലേ. പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല കടുകുംപാടം കാണാം. അതൊന്ന് മതി, ചാരിയാൽ മതി. കടുകുംപാടമാണ്, അതൊക്കെ കണ്ടോ, അതൊക്കെ കടുക് പൂത്ത് കിടക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ ഇതൊരു ഗുണ്ടാ വില്ലേജാണ്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ഇവരുടെ ഈ ജില്ലയിൽ ഈ വില്ലേജാണ് എന്താ പറയുക, കുറച്ച് ഡേഞ്ചറായിട്ടുള്ള വില്ലേജ്. ആ ഡേഞ്ചറായിട്ടുള്ള വില്ലേജിൽ നമ്മളിന്നലെ കിടന്നുറങ്ങിയത്. അതുപോലെ തന്നെ ഇന്നലെ അൻസാറിനെ 2 പേര് കാണാൻ വേണ്ടി വന്നത്. അവരുടെ കയ്യിൽ എന്ത് കിടന്നോ സാറാ പറഞ്ഞു. പിന്നെ നല്ല മുറ്റ് പോത്തുണ്ട് കേട്ടോ ഇവിടെ അല്ലേ, ടൈറ്റാ. ഇവർ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ട കാഴ്ചയല്ലേ, അതിൽ സാറന്മാർ നമ്മളോട് പറഞ്ഞത് അവർ വിളിച്ചിട്ട് നമ്മുടെ ക്യാമറ കാര്യമൊക്കെ കണ്ടിട്ട് എന്താ വരുന്നു, അത് നമ്മൾ സ്കൂളിൽ നിന്നാണെന്ന് പറഞ്ഞു. സ്കൂള് അവരെ ഭയങ്കര ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഡേഞ്ചർ ഏരിയയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ക്യാമറ പിടിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു സംശയമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ മിലിറ്ററി ആളുകളുടെ ഏരിയ ആണല്ലേ ഈ ഒരു ഗ്രാമത്തിന്. അതുപോലെ തന്നെ ഇവരുടെ കേസിൽ വേറൊരു കേസ് പറയാനുള്ളത്, നമ്മൾ ഇന്നലെ ഇവരുടെ ഈ ഒരു വീട് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ പോരുന്ന വഴിക്കൊക്കെ, അതിൽ ഒരു ഭൂരിപക്ഷം ആളുകളും ഇവരുടെ പ്രധാന വരുമാനമാണ് കൃഷി, അതുപോലെ തന്നെ ഈ കന്നുകാലി വളർത്തൽ. അതുപോലെ തന്നെ ഇവർ അതായത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഉള്ളിലോട്ട് തന്നെ വലിയും.
വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ ഇവർ കരയ്ക്ക് കയറും. അങ്ങനെ ഇവർ എന്താ പറയുക ഒരു മൈഗ്രേറ്റ് ചെയ്യാന്നല്ല പറയാ, അത് പോയി ഇവർ ഇതൊക്കെ ഇവർ താൽക്കാലികമായി ഇവർ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഇവരുടെ വീട് ഇതൊന്നല്ല. അതുപോലെ തന്നെ ഇവിടെ ഭൂരിഭാഗം ആളുകളും കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളാണ്, പൈസ ഉള്ള ആളുകളാണ്. ഇവർ ഈ എന്താ പറയുക, ഇവരുടെ ഈ വീട് കാര്യങ്ങളൊന്നും കണ്ടിട്ട് ഇവർ ദരിദ്രരാണ് എന്നുള്ള ചിന്ത വേണ്ട. അത് എല്ലാവരും അങ്ങനെയാണോ നല്ല അറിയണേ. പക്ഷേങ്കിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് ഇവിടെ, അതുകൊണ്ടല്ലോ പറയാം അല്ലേ. ഒരുപാട് അപ്പോൾ നമ്മൾ കണ്ടതൊക്കെ ഒന്നും പാവങ്ങൾ തന്നെയാണ് അല്ലേ, വലിയൊരു പൈസയൊന്നും ഇല്ലാത്ത ആളുകളൊക്കെയാണ്. പക്ഷേങ്കിൽ ശരിക്കും ഇവരുടെ കയ്യിൽ പൈസ ഉള്ള ആളുകളുണ്ട്, പൈസ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൗൺ എത്തട്ടെ ഇനി. കൊള്ളാം, ബീഹാറിൻ്റെ തിരുവോരങ്ങളിലൂടെയാണ് സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സാറന്മാരുള്ള ധൈര്യമാണ് നമ്മുടെ ധൈര്യം അല്ലേ. അല്ലെങ്കിൽ ഇതിലൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതിലല്ല, നമുക്ക് ഈ ഒരു പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ കുറച്ച് ടാസ്ക്. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവർക്ക് പിന്നെ സ്കൂൾ വാങ്ങിച്ചുകൊണ്ട് യൂട്യൂബ് ഉണ്ടായതുകൊണ്ടാ. അല്ലാതെ നമ്മൾ പോരുന്നത് നല്ല ചോദ്യം ചോദിച്ചു. ഇനിയിപ്പോൾ എന്തെന്നെ വലിയ ടൂറിസ്റ്റായിട്ടും കാര്യമില്ല അല്ലേ. നമുക്ക് യൂട്യൂബ് ചാനലും തെളിവിന് പലതും കാണിക്കാൻ നമ്മുടെ കയ്യിലുണ്ടായത് കൊണ്ടാണ് നമ്മൾക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓരോ ഗ്രാമത്തിലും അങ്ങനെ തന്നെ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, അതായത് കുറച്ച് ദൂരം പോന്നു കഴിഞ്ഞാൽ അമ്പലങ്ങളുണ്ട് അല്ലേ. ചെറിയ അമ്പലങ്ങളാണ്, പക്ഷെ ഇതൊക്കെ വലിയ അമ്പലങ്ങൾ തന്നെയാണ്, വലുത് തന്നെ. ഒരു ഗ്രാമത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് സൈക്കിള്. അത് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ചാണകം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണാം അല്ലേ. അതുപോലെ തമിഴ്നാട്, നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ അധികം കാണുന്ന ഒരു കാഴ്ചയാണത്. മരപ്പണി നടക്കണ്ടിട്ടല്ലോ ഈ വണ്ടി ഉണ്ടെങ്കിൽ. ഇതാകെ എല്ലാം തോലുകയാണ്, എന്നാലും കൊണ്ടുപോകുക തന്നെയാണ് അല്ലേ. ഒരു ഷെയർ ഓട്ടോ വരുവോടെ, നടന്ന് കുറച്ച് ദൂരം ഉണ്ട്, 2 കിലോമീറ്ററില്ലേ. ഒന്നിലേറെ നമുക്ക് അലക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് അനുസാരം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൂളിലേക്കാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കാണ് അവിടെ എത്തിയിട്ട് അലക്കാണ്ട്, ഇതൊക്കെ ഉണങ്ങി കിട്ടണം. ഒരുപാട് പരിപാടികളുണ്ട്. ഈ ചാക്കിലൊക്കെ പുല്ലാട്ടോ, വൈക്കോല് അല്ലേ. ഇതിവിടുത്തെ ഒരു പൊടിമില്ല. പിന്നെ കുതിരേനെ വളർത്തുന്ന പരിപാടി ഉണ്ട് കേട്ടോ അവർക്ക് അല്ലേ. കുതിരയും പലയിടങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് കുതിരന്മാർ പോകണമെന്ന് കാണാറില്ല, അത് വളർത്തുന്നുണ്ട്. എന്താണ് ആവശ്യം? കുതിര വണ്ടിയൊന്നും കണ്ടില്ലല്ലോ നമ്മൾ അല്ലേ. പിന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ട്രാക്ടർ കെട്ടി വലിക്കാനുള്ള സംഭവങ്ങൾ, അങ്ങനെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. പിന്നെ നല്ല ചാണകം മണക്കുന്ന കാറ്റ്, ഇതൊക്കെ നിറച്ച് ഗോക്കളാട്ടാ. ഓഹോ, അതുകൊണ്ടൊക്കെ തന്നെ ഇവർ ഗോമാതാവ് എന്ന് പറയണേ. വീടിൻ്റെ മുമ്പിൽ തന്നെ ആലയാണ് കണ്ട അല്ലേ. ഏകദേശം നമ്മൾ ടൗൺ എത്താറായിട്ടാ. ടൗണിലേക്ക് കുറച്ച് ദൂരം കൂടിയുള്ളൂ. സ്കൂളുകളിലും ഇവരുടെ ഓഫീസുകളിലും ഇവരുടെ കൃഷിയിടങ്ങളിലും ഒക്കെ ഇവരിത് കൊണ്ടുവെക്കും. അതാണ് നമ്മൾ ചിലയിടങ്ങളിലൊക്കെ ശില്പങ്ങൾ കാണുന്നത് അല്ലേ. അത്തരത്തിൽ ശില്പങ്ങൾ വെച്ച് പോയിട്ട് പൊട്ടിപ്പാളീസായിട്ടൊക്കെ ഉണ്ടാവും. ഇതും തന്നെ താൽക്കാലികമായിട്ടുള്ള ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനൊക്കെ വിള്ളൽ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അല്ലേ. എന്താ അതിൻ്റെയൊക്കെ വില ആവോ. നമ്മുടെ സ്കൂളിലും വെക്കുമെന്നാണ് പറഞ്ഞത് അവർ. ഇവിടുത്തെ ആളുകൾ വെക്കുന്നൊക്കെയാണ്. ഇവിടുത്തെ ഉണ്ടോ മണലൊക്കെ അവിടെ കൊണ്ടുവന്ന് വലിയ വണ്ടി കൊണ്ടുവന്നതാക്കണം. നമ്മുടെ നാട്ടിൽ മണലൊന്നും പോരാനും പറ്റൂല. ഇവിടെ മണൽ ഒരുക്കോളടാ. അപ്പോൾ ഇവിടെ ടിപ്പറില്ലേ. അപ്പോൾ ഇതൊക്കെ ടിപ്പറിന് കൊണ്ടുവന്ന് തട്ടിക്കൂടെ എന്നാൽ പെട്ടെന്നില്ലേ. ടിപ്പറുണ്ടാവില്ലേ കാരണം. ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് വന്നിരിക്കുന്ന ഒരു സ്ഥലം അല്ലേ. കൂട്ടം കൂടിയൊക്കെ ഇരിക്കാൻ വേണ്ടി പറ്റുന്ന. അങ്ങനെ ഞങ്ങൾ പർവത്ത ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. ടൗണിൽ നല്ല സ്നാക്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു ടൗൺ തന്നെയാണ്. പക്ഷേ വലിയ വൃത്തി കാര്യമൊന്നുമില്ല കേട്ടോ, അതും പ്രതീക്ഷിക്കരുത്. അടുത്തൊരു വണ്ടിയാണ് ഇപ്പോൾ ഇത് കുതിരയാണോ കൈതയാണ് അല്ലേ. കൈത വണ്ടി, ഇത് കൊമ്പാട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാർബർ ഷോപ്പ് അല്ലേ.
ഞങ്ങൾ മുടി മുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കോലത്തിൽ നിന്നും ഞങ്ങൾ മറ്റൊരു കോലത്തേക്കാട്ടെ. ഭയ്യ കട്ടിങ് കം फर्स्ट ड्यूटी को बैठो आपका नाम क्या है? अमरजीत कुमार वाह सुपर. तो ये भाई का ऐसा ये सेड है ना सेड पूरा मशीन लगाना. हाँ मशीन ऊपर में थोड़ा ಸ್ವಲ್ಪ ഓക്കെ. കുക്ക് ഇതിലൊക്കെ മോഡൽ വേണമെങ്കിൽ നോക്കിക്കോട്ടോ. സംഭവം എന്താ നമ്മൾ കട്ടിങ് തുടങ്ങിയിരിക്കുകയാണ്. കട്ടിങ് ആൻഡ് ഷേവിങ് ഇത് യാത്രയിലെ ആദ്യത്തെ അനുഭവമാണ്. ഇതുവരെ നമ്മൾ യാത്ര ചെയ്തിട്ട് നാട്ടിലല്ലാതെ ഞങ്ങളുടെ മുടി ഞങ്ങൾ മുറിച്ചിട്ടില്ല, നാട്ടിൽ നിന്നല്ലാതെ അല്ലേ. ആ അങ്ങനെ കുക്കുവിനെ മുട്ട അടിക്കാൻ വേണ്ടി പോകണം. മുട്ടയിലൊക്കെ മുട്ടയ്ക്ക് മുട്ട അല്ലേ. മുടി മുറിക്കുകയാണ്. അതിപ്പോ ഇങ്ങനെ ചൊറുക്കൂടി ഇങ്ങനെ വരികയാണോ അവന്? എല്ലാവരും ശ്രദ്ധിക്കുക. ഉറങ്ങിയോ? ഇതൊക്കെ എന്തിനാ? അതായത് എങ്ങനെ തോർത്തണ് നനച്ചു കൊടുത്താ പോരെ? കൊള്ളാം. താടി പഠിക്കുകയാണ്. താടിയില്ല ഞങ്ങൾക്ക്. ഉള്ള താടി ഇല്ലേ? ഉള്ള പഠിച്ചാ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. ഇതൊക്കെ നമ്മുടെ ക്യാമറ ഇങ്ങനെയാണ്. നമ്മളുടെ ക്യാമറ ഉണ്ടാവുക. മമ്മൂട്ടി കുക്കുനെ കാണാനല്ല പറഞ്ഞ പോലെ. അവനെന്താ സ്പെഷ്യൽ സാധനട്ടാ. അനക്ക് മാത്രമേ ഉള്ളൂ. ക്ലാസ് ഇറങ്ങിക്കോ. അവിടെ കുത്തിർക്ക് തന്നെ ഞാൻ വെട്ടട്ടെ. ഫസ്റ്റ് മമ്മൂട്ടിന്റെ കഴിഞ്ഞ ദുൽഖറിന്റെ ആണ്. അടിച്ചോട്ട് മുടി എത്രയല്ലേ കണ്ടമാനുണ്ട് കേട്ടാ. നമ്മളെ എന്താ ഫുൾ ഓപ്ഷൻ തന്നെയാണ് മുടി. തലക്ക് കുറച്ച് ഭാരം കുറഞ്ഞ സുഖമായി പോകും. വെറുതെ തലയിൽ ഇത്ര ഭാരം കൊണ്ട് തീരെ തലയിലൊന്നുമില്ല. ഉള്ള മുടി കളഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തേക്കണേ. എങ്ങനായി വരും അറിയില്ല. എന്റെ നാട്ടിൽ അമീനാണ് മുടി വെട്ടല്. അമീനെ പക്ഷെ നാട്ടിൽ വന്നാ കുറച്ച് പോയിക്കൂട്ടാ വരുന്നാലും. അത് വെട്ട് തുടങ്ങി. മെഷീൻ വെക്കട്ടോ. 3 മാസം കഷ്ടപ്പെട്ട് വളർത്തിയ സാധനമാണ്. ഒറ്റ നിമിഷം കൊണ്ട് കളയാണ്. ഭാഗല്ലേ വെട്ടി ഈ കുളത്തിലായില്ലേ. വെട്ടി അഴിമുട്ടിയായും പോരും. അഴിമുട്ടിയായി. ഇപ്പൊ ഷേവിങ് കഴിഞ്ഞില്ലേ? ഈ മീശ കട്ടി കുറയ്ക്കും. ഓ ഓട്ടോയിൽ കയറിയുണ്ട് ജമ്മ. മുടി ഒക്കെ വെട്ടി സുന്ദര കുട്ടപ്പന്മാരായിട്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, ആ പരാതി മാത്രമല്ല ഞങ്ങൾക്കും തന്നെ അത് ഞാൻ കാണുന്ന മിലിറ്ററി കട്ടാ. അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ കിട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കണില്ല, കാരണം വിശക്കുണ്ട്. 1 മണി സമയമായി. ഓട്ടോറിക്ഷയിൽ കാഴ്ചയും കണ്ട് അങ്ങനെ പോകണം. ഞങ്ങളാകെ ഒരു 10 റുപ്യ കൊടുക്കാം. കിടക്കട്ടെ, ജീവിക്കാനാണല്ലോ എല്ലാവരും ഇവിടെ. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ വീണ്ടും ആളുകൾ കയറി. പിന്നെ പൊരി കൊണ്ട് പോവാണ്. നമ്മളെ മാതിരി തന്നെ നമ്മൾ നന്നാവണല്ല. ആള് പറയുന്നുണ്ടോ ഓൻ്റെ അമ്മ, ഓൻ്റെ അമ്മൻ്റെ അമ്മ ഒക്കെ ആവാം അല്ലേ. അമ്മ ഓട്ടോറിക്ഷ ടൈറ്റാട്ടാ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതായിരുന്നു. ഞങ്ങൾ ഇറങ്ങി 10 റുപ്യ കൊടുത്താൽ എത്താൻ വേണ്ടി പറ്റും. നമ്മളുടെ സ്കൂളിലേക്ക് ഞങ്ങൾ പോവാണ്. സ്കൂളിലത്തെ കുക്കത വേറെ വണ്ടി കയറി പോണ്. ഓക്കെ ബായ്. നല്ലതാ. അയാൾ വരെ ഇംഗ്ലീഷ് പറയണു. ഈശ്വര. പിന്നെ മുടി വെട്ടാനായത് ഒരാൾക്ക്
നമ്മൾക്ക് ഒരാൾക്ക് എത്ര അറിയോ 65 റുപ്യ 65 75 റുപ്യ നാട്ടിലാണ് 150 റുപ്യ മേലെ പോയില്ലോ ഷേവിങ്ങും ഇല്ലേ സാറേ അതായത് പഴയ സ്റ്റുഡൻസ് അല്ലേ ഇവരണ്ടാളും പുള്ളിക്കാരൻ രണ്ടാള് ഇതൊരു പിന്നെ ഇവനെ ഞാൻ പഠിപ്പിച്ചായിരുന്നു പിന്നെ ഇവന് അവിടെ കട നടത്തിയാണ് എന്നെ കാണാൻ വേണ്ടി പറഞ്ഞു ആണോ എവിടുന്ന് ഇവിടെ തന്നെ നമ്മളെ പറത്ത ഓക്കെ ഇത് ലൈവാണ് പഠിച്ചു പറഞ്ഞേ സോം കശ്യപ് ചോറുണ്ട് നല്ല ആടുണ്ട് കണ്ടേ ആടുണ്ട് നല്ല ആട് ഇതെന്താ സംഭവം ചോദിച്ചാൽ അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതല്ല ഇന്നൊരു ഇവരുടെ സ്കൂളിൻ്റെ ഒരു പാർട്ട്ണറുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് പക്ഷേങ്കിൽ നമ്മൾക്ക് എന്ത് പറ്റി അദ്ദേഹത്തിന് നമ്മൾക്കല്ല നമ്മളതിൽ പങ്കുചേരേണ്ട ആളുകൾ തന്നെയാണ് അതിൻ്റെ ഒരു വിഹിതമാണത് ശരിക്കും ഇത് അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഇന്ന് കഴിക്കേണ്ട ആൾക്കാരാണ് ഇത് മതിയാവോ വീട്ടിലൊക്കെ പോയിട്ട് കഴിക്കേണ്ട ആളുകളാണ് നമ്മൾ പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിലുള്ള 3 പേര് 2 പെൺകുട്ടികളും അവരുടെ അച്ഛനുമായിട്ട് അവർ മണാലി ടൂർ പോയപ്പോൾ തണുപ്പിൻ്റെ പ്രശ്നം എന്തോ അറിയില്ല അദ്ദേഹത്തിന് പെട്ടെന്ന് അറ്റാക്ക് മുഴുവൻ മരണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേൻ്റെ പരിപാടിയൊക്കെ അവർ വേണ്ടെന്ന് വെച്ച് പിന്നെ അവിടെ വീട്ടിൽ പോകേണ്ടായിരുന്നു അത് പോവാതെ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടേക്ക് കൊണ്ടുവന്നതാണ് ഇത് മാത്രമല്ല പിന്നെ ചപ്പാത്തിയും റൊട്ടിയുണ്ട് കണ്ടാ റൊട്ടിയുണ്ട് അപ്പോൾ റൊട്ടി കണ്ടവർക്ക് റൊട്ടി എടുക്കാം ഞാൻ റൈസ് കഴിക്കായിരുന്നു ഇന്നലെ കപ്പയല്ല കഴിച്ചത് അല്ലേ എനിക്ക് റൊട്ടിയാണോ റൊട്ടി ആണെങ്കിൽ എടുക്കാമല്ലോ ആണെങ്കിൽ എടുക്കാം ഇതിലല്ല എല്ലും പീസ് ഉണ്ട് എന്താ അവസ്ഥ അറിയില്ല ഇവിടുത്തെ വെപ്പാണ് കഴിക്കുന്നേ വയറിന് പിടിച്ചാൽ മതി ഇപ്പം ഇന്നലത്തെ കപ്പന്നെ ചെറുതായിട്ടൊന്ന് പണി തന്ന് നല്ല ആടാണ് എത്ര എടുക്കാട്ടാ എനക്ക് ഇനി എന്താ വെച്ചാൽ അത്ര എടുക്കാൻ കാര്യം പറയാം കുഴപ്പമില്ല ഒരു ജീരക ചോവയാണ് ഒരു ജീരകം നല്ലോണം ഇടും പക്ഷെ ആടെന്നൊക്കെ പറഞ്ഞു കഴിച്ചോ ഞങ്ങൾ അലക്കാൻ സർഫ് വാങ്ങിയിട്ടുണ്ട് പിന്നെ പാട്ടയുണ്ട് പാട്ടല്ല എടാ ഇതും കൂടി പിടിച്ചോ ഞാൻ എന്താട്ടോ അറിയാം ഇതിങ്ങനെ നന്നായിട്ട് കിട്ടാം ഈ സാധനത്തിന് ആയിക്കോട്ടെ നമുക്ക് എന്നാൽ പിന്നെ മേലേക്ക് പോകണം മേലെയാണ് നമുക്ക് ഏറ്റവും സ്വസ്ഥമായിട്ട് തിരുമ്പി കുടിക്കാൻ പറ്റുന്ന സ്ഥലം എടാ നമ്മുടെ അതിൽ സാബൂനില്ലല്ലേ ഇല്ലല്ലോ സർപ്പന്നെ ഉള്ളൂ ഇവിടെ മേലെ ഇതാ ഇവിടെ ബ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മട്ട് ഇവിടെ ഇട്ട് ഒക്കെ അലക്കി മറിക്കും എന്തൊക്കെ ഉണ്ട് ജഗ ജാക്കറ്റ് എന്തിനാ ജാക്കറ്റുകൾ കണ്ട് നമുക്ക് വേണം എടാ അതിൽ മറ്റേ ജാക്കറ്റ് എവിടെ നമ്മളെ ക്യാപ്പിള് അത് വേണം അതെന്താ വെച്ചാൽ അതരക്ക അത് ഇനി ഉപയോഗിക്കൊന്നുമില്ല നമ്മൾ അലക്കി വെക്കാം അതൊന്ന് പോയി കൊണ്ടിട്ടോ കേട്ടോ അപ്പുറത്തല്ല കടുകുംപാട നോക്കി നമ്മൾ അലക്കാൻ വേണ്ടി പോകണം അല്ലേ ഇത് കണ്ടപ്പോൾ ആൾക്കെന്ത് ഓർമ്മ അറിയാം ഇത് ഒരു പുലിയില്ലേ താപ്പുണ്ട് ലെയറിൽ നടി കാണും നടി കാണും ഇപ്പൊ നടിയില്ല കാണാൻ കംപ്ലീറ്റ് അലക്കാനാട്ടാ എല്ലാം ഇനിയിപ്പോൾ ഇടാൻ പോലും ഇല്ല അപ്പോൾ ഇത് ഇട്ടത് ഈ തെർമൽ ചേർത്തപ്പോൾ ഞാൻ തിരുമ്പൂല എൻ്റെ തിരുമ്പൽ കഴിഞ്ഞു കുക്കൊന്ന് വെള്ളത്തിൻ്റെ പ്രശ്നം വന്നു അപ്പോൾ അവൻ തീർക്കാൻ വേണ്ടി പോയി ക്ലിയർ ആയത്
ഡ്രസ്സുകളൊക്കെ ഇവിടെ അങ്ങനെ തോരട്ടുണ്ട്. എടാ പിന്നെ വേറെ വിഷയമുണ്ട്, ഇട്ട ഈ തെർണൽ തിരുമ്പണ്ടട്ടാ. വേറെന്താ, വേറെ ടീഷർട്ടില്ലല്ലോ? ഞാനതവിടെ ഊരി വെച്ചേക്കാണ്. ശരിക്കും നമ്മൾ ഇന്നലെ ഇട്ട് തിരുമ്പണ്ടേന്നില്ല. നമ്മൾ ഇന്നലെ ഇട്ട ഡ്രസ്സില്ലേ കുളി കഴിഞ്ഞിട്ടിട്ടത്, അത് തിരുമ്പണ്ടേന്നില്ല, അത് ഇന്നലെ ഇട്ടതല്ലേ. അങ്ങനെ കടുകുംപാടം കണ്ട് ഉള്ളൊരു തിരുമ്പൽ കുളിയാണെന്ന് അല്ലേ? എന്താ കടുക് നമ്മൾ ഈ യാത്രക്ക് കണ്ടതാണ്. ഓട്ടോറിക്ഷ കൊണ്ടുപോയപ്പോൾ നമ്മൾ കുറേ ഉള്ളി കണ്ടു അല്ലേ? കാര്യമായിട്ട് ഉള്ളി തന്നെ, ഉള്ളിപ്പാട, പിന്നെ തക്കാളി, മുന്തിരി. അല്ല ഇനിയിപ്പോൾ നമ്മൾ ആന്ധ്രയ്ക്ക് നമ്മൾ പോവും. കയറും. ആന്ധ്രയ്ക്ക് കയറുവാണെങ്കിൽ ഇത്രയും കാഴ്ചകളൊക്കെ വീണ്ടും റിപ്പീറ്റ് ആവും. കൃഷിയിടം കണ്ട് നമ്മൾ വിടാറില്ല, നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാറുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അടിപൊളി, എന്താ പറയുക, മുടിയൊക്കെ ഇപ്പോൾ ഒരു ഒതുക്കല്ലേ ചെങ്ങന്മാരെ കാണാൻ. നമ്മുടെ ഡ്രസ്സ് ഫുള്ളാക്കി ഇട്ടുകൊണ്ടേ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. അത് നോക്കാനല്ല, നമ്മളിവിടെ വന്നിട്ട് സ്കൂൾ ശരിക്കൊന്നും കണ്ടില്ലല്ലോ. കുളി കഴിഞ്ഞ് നോക്കുമ്പോൾ കുക്കുവിനെ കാണാനല്ല. അപ്പോൾ അവൻ താഴ്ത്തിക്കൊണ്ട് ഞാൻ എഡിറ്റിങ്ങിലാണ്, കുറച്ച് ഭാഗം കൂടി എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് സാറന്മാരപ്പം. അങ്ങനെയെങ്കിൽ സ്കൂളിൻ്റെ കുക്കു തതിൽ ചാടിക്കളിച്ചിറക്കണം. മുട്ടയൊക്കെ കിട്ടിയപ്പോടാ നല്ല ചൊറുക്കിൻ്റെ മാത്രമല്ല ഒരു കോലുണ്ട് എന്നൊക്കെ കാണാം. ഇവിടെ ഏകദേശം മൊത്തം 600ഓളം കുട്ടികളാണ് പഠിക്കുന്നത് കേട്ടോ. 600ഓളം കുട്ടികളാണ്. ഇവിടുത്തെ ആളുകളുടെ ഇങ്ങനെ ഉണ്ട്, കണ്ടില്ലേ? അവർക്ക് ബാക്കിൽ ഒരു വാലുണ്ടാവും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരു ക്ലാസ് റൂമിൽ കയറിയില്ല. ഇത് എന്താ LKG കുട്ടികളുടെ. പിന്നെ സ്കൂളൊക്കെ ബിൽഡിങ്ങൊക്കെ കണ്ട് ഞങ്ങൾ മേലെ മുളയും ഷീറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ക്ലാസ് റൂമുകളാണ്. പിന്നെ ഇത് കുറച്ചുകൂടി വലിയ കുട്ടികളുടെ നമ്മളെ ഒരു 2ാം ക്ലാസ്സാ, 1ാം ക്ലാസ് 2ാം ക്ലാസ് ആ റേഞ്ചിലേക്ക് വന്നു പോകുന്നത് അല്ലേ? അവിടെ ഇവരുടെ ബോർഡിലും കാര്യത്തിലൊക്കെ എല്ലായിടത്തും ഒരു നമ്മളെ നാട്ടിലെ കുട്ടികളുടെ സ്കൂൾ പോലെ തന്നെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് അടിപൊളിയാണ്. പിന്നെ ഫാനുണ്ട് അല്ലേ? ഇവിടെയൊക്കെ എന്തിനാ ഫാന്? ഇവിടെയൊക്കെ വന്ന് സ്കൂളിൽ നമ്മൾ നിന്നു. നമ്മളെ നാട്ടിലത്തെ സ്കൂളിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. സ്കൂളിൽ നമ്മളെ കയറ്റൂല. സ്കൂളിൽ നമ്മളെ കയറ്റൂല. സ്കൂളിൽ പഠിച്ച കാലത്ത് എന്താ പറയാ, സ്കൂളിൽ നിന്ന് ചാടിപ്പോവുക, ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചാടിപ്പോവുക, പകുതി ഉച്ചവരെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ചാടിപ്പോവുക, ഇതൊക്കെയല്ലേ പരിപാടി. പിന്നെ എങ്ങനെ സ്കൂളിൽ കയറ്റുക? അങ്ങനെ ഈ കാണുന്ന ഇത്രയും ഏരിയ ക്ലാസ് റൂമുകളാണ്. മേലെ ക്ലാസ് റൂമുകളുണ്ട്. അവിടെ അധ്യാപകർക്ക് നിൽക്കാനും. ഇവിടെ ഇവർ മാത്രമല്ല, മലയാളികളായിട്ട് ഇനിയും ഉണ്ട് സാറന്മാർ, ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവർ കൂടി നിൽക്കാനുള്ള സ്ഥലം മേലെ ഉണ്ട്. മേലെ അവരുടെ നല്ല റൂമുകൾ. പിന്നെ ഉള്ളത് ക്ലാസ്സുകൾ ഇങ്ങോട്ടേക്കാണ്. ഇതൊക്കെ വലിയ കുട്ടികളുടെ ക്ലാസ്സായി അല്ലേ? ഏകദേശം 10-60 കുട്ടികൾ ഒരു ക്ലാസ്സിൽ തന്നെ. 30 തൊട്ട് 25 തൊട്ട് 50 വരെ അല്ലേ? 50 വരെ കുട്ടികളുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എത്രാം ക്ലാസ് അത് മാഞ്ഞു പോയി. കുക്കോ വാണി അവിടെ പോയിരുന്നോ? ഒന്നിരുന്നോ? സ്കൂളിൽ പഠിച്ചിരുന്ന അറിയാം, ബെഞ്ചിൽ ഇരുന്നാണ് അറിയാം. അങ്ങനെ അതിൻ്റെ ഒരു രസം എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂല ഏതറിയാം? എനിക്ക് ആ മൂലക്ക് ഒരു പ്രത്യേകത എന്തായാലും കേട്ടോ. അതിലൊന്നും വല്ലാതെ സാറന്മാരെ കയറൂല. പിന്നെ ഇവിടെ നിന്നിട്ട് അവരുടെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൽ നമ്മളൊന്നും പെട്ടെന്ന് കൊടുക്കൂല, മനസ്സിലായോ? ഈ ഉത്തരം മുട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ നീച്ചിക്കല്, അതിങ്ങനെ ഞാൻ കാണിച്ചു തരാം. പുതി അലക്കുട്ടോ, സൗണ്ട് നല്ല അലമ്പുണ്ടാവും, അലക്കുണ്ടാവും. അതായത് സ്കൂൾ അതൊരു സംഭവം തന്നെ കേട്ടോ. നമ്മളത് കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത് അല്ലേ? നമ്മളുടെ സ്കൂൾ ജീവിതം അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈം എൻ്റെ 10ാം ക്ലാസ് ടൈമായിരുന്നു. എനിക്കെൻ്റെ 10ാം ക്ലാസ് ടൈമാണ്. നിങ്ങളും തന്നെ നിങ്ങളുടെ നിങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ടൈമാണ്, നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡിലായിരുന്നു അതൊന്ന് കമൻറ്റ് ചെയ്യല്ലായിരുന്നു അല്ലേ? അതൊന്ന് പരസ്പരം കമൻറ്റ് ചെയ്യും. എന്നും ഈ എന്താ പറയുക,
ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് നല്ലത് വരണം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ നിങ്ങൾ കമൻറ്റ് ചെയ്യല്. ഇന്ന് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് എനിക്ക് 10ാം ക്ലാസ്സാണ്. ഉക്കുന് പറയാനുണ്ടാക്കുകയാണെങ്കിൽ 6ാം ക്ലാസ് 6ാം ക്ലാസ്സാണ്. VNC സ്കൂൾ VMC ഹയർ സെക്കൻഡറി സ്കൂൾ. VMC ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. 1ാം ക്ലാസ് വരെ MLP സ്കൂൾ മദ്രസ LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇവൻ ചടങ്ങാംകുളം സ്കൂൾ നടുവത്ത് ചടങ്ങാംകുളം സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെയാണ്. പിന്നെ ഇത് എത്ര വരെ പഠിച്ചു? 6 വരെ. 6 കുക്കുവിൻ്റെ വിദ്യാഭ്യാസം 6 വരെ. എൻ്റെ വിദ്യാഭ്യാസം എത്ര വരെ? 10 വരെ. ഞാൻ +1 +2 പോയിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. വീട്ടിൽ ഞാനും അമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ പണിക്കിറങ്ങേണ്ടി വന്നു. പണിക്കിറങ്ങി പഠിത്തം നിർത്താനുള്ള കാരണം ബുക്കിനൊക്കെ ഭയങ്കര വിലയാണ്. ബുക്കിന് യൂണിഫോമിനൊക്കെ ഭയങ്കര വില. അമ്മ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് പോകണം. അപ്പോൾ അതൊക്കെ നമ്മളപ്പോൾ എന്താട്ടി അമ്മൻ്റെ ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ കാണുമല്ലേ. ഞാനൊരു ആൺകുട്ടിയല്ലേ അല്ലേ. പിന്നെ ഒരവസരത്തിൽ പഠിക്കാമെന്ന് കരുതി. പക്ഷേ എങ്കിൽ കജ്ജിൽ പൈസ കിട്ടി തുടങ്ങിയപ്പോൾ പണിക്ക് പോയി. പണിക്കിറങ്ങി. അപ്പോൾ ഓരോ കൂലിപ്പണി തന്നെ, നമ്മളോരോ കല്ലുപണി വെട്ടുപണി അല്ലേ, അങ്ങനത്തെ പണികളൊക്കെ പോയി. അതുപോലെ തന്നെ ഒരുപാട് കടകളിൽ നിന്നു, കടകളിലൊക്കെ നിന്നു അങ്ങനത്തെ പണികളൊക്കെ എടുത്തു. അതിലാണ് എന്താ പറഞ്ഞാൽ പൈസ കജ്ജി വരൽ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി ഫ്രീഡായി. ഇന്നൊരു കൂട്ടിലിട്ട് അത്തനെ വളർത്തണ മാതിരി എന്നെ വളർത്തിയിരുന്നത്. അതാണ് ഞാൻ യാത്ര പോയിക്ക് ഇത്രയും ഒരു താല്പര്യം. കാരണം ഇന്ന അമ്മ എവിടേക്കും വിടില്ലായിരുന്നു. ഞാൻ ഒറ്റ മകനായതുകൊണ്ട് തന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. അപ്പോൾ ഒറ്റ മകനായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നോട് അതിയായ സ്നേഹമാണ്. ഈ സ്നേഹം കാരണം മര്യാദയ്ക്കൊരു കുളത്തിൽ പോയി ചാടാനോ തോട്ടിൽ കുളിക്കാനോ പാടത്ത് കളിക്കാനോ മയത്തിറങ്ങാനോ ഒന്നിനും എന്നെ അയച്ചിരുന്നില്ല. നല്ലവനായ ഉണ്ണിയായിരുന്നു ഞാൻ. പിന്നെ ടെറസിൻ്റെ മേലെ കണ്ടത് അല്ല. അപ്പം അങ്ങനെ ആയിരുന്നു എൻ്റെ. പിന്നെ ഞാൻ അമ്മൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ കൊണ്ടപ്പോൾ അമ്മ സ്കൂൾ പഠിത്തം നിർത്തി പണിക്ക് പോയി. പൈസ കിട്ടിയായിരുന്നില്ല. പൈസ കിട്ടൽ തുടങ്ങിയപ്പോൾ പിന്നെന്താട്ടി സ്വഭാവം മാറി. പഠിത്തത്തുമ്മക്കുള്ള എല്ലാവിധ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ അങ്ങോട്ട് കൂലിപ്പണിയായി. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഈ ഒരു യാത്ര പോകുന്നു. ഇപ്പോൾ ഈ പറയുന്ന ബീഹാറിൽ ഈ ഒരു സെൻറ്റ് മാരീസ് സ്കൂളിൽ അധ്യാപകരുടെ കൂടെ ഇവിടെ 2ാമത്തെ രാത്രി കഴിച്ചു കൂട്ടാൻ വേണ്ടി പോവാണ്. ഉക്കു സൈക്കിൾ ഔട്ടൂല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കാണിച്ചു തരാണ് സൈക്കിൾ ചവിട്ടുന്നത്. ഞാൻ കണ്ടിട്ടില്ല ജീവിതം സൈക്കിൾ ഔട്ടുന്നത്. ശബരിമല ഒരു അയ്യപ്പസ്വാമി. എടാ മോനെ വികല്ലട്ടാ ചെറുക്കൻ്റെ സൈക്കിൾ ആസാകല്ലടാ. സ്പീഡൊക്കെ ഉണ്ടാ കേക്കണോ? കൊള്ളാട്ടോ. അവന് പഠിക്കണം എന്നുണ്ട്. മടിയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. മടിയാണ്. ആ മടി ഞാൻ ഒരുപാട് മാറ്റണം എന്നുണ്ട്. എന്നുവെച്ചെങ്കിൽ മാറണ്ടേ. മടിയും പേടിയും ഈ 2 സംഭവമാണ്. വണ്ടി മെന്നൊക്കെ പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവുമോ കേട് വരുമോ എന്നുള്ളത്. കണ്ടില്ലെന്ന് പറയുമ്പോളാ സൈക്കിൾ ഓട്ടണ കണ്ടു. ഞാൻ ഓട്ടിയോട്ടെ ഉണ്ടാ നിർത്താനില്ലേ ബ്രേക്ക് എവിടെ പിടിക്കട. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അറിഞ്ഞ പറഞ്ഞതാ സാറിനെ കൊണ്ട് ഇതാ പോണ്. മക്കളിതാ ചെറുക്കള് കൈയിട്ടുണ്ട് കേട്ടോ. സാറ് കുടിച്ചിട്ടില്ല. സാറ് കുടിക്കാതാണ് പോണേ. പിന്നെ വേറെ കാര്യം പറയട്ടെ. എനിക്കൊക്കെ ഒരു സൈക്കിള് കിട്ടിയിരുന്നത് എന്താ ഡെയിലി എൻ്റെ പെങ്ങന്മാർ പറയുന്നോട് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെയിലി 41 നക്ഷത്രങ്ങളെ എണ്ണീട്ട് നക്ഷത്രമൊന്നുമില്ല അവിടെ നക്ഷത്രങ്ങളെ എണ്ണീട്ട് കിടന്നുറങ്ങാൻ പറയും. മിണ്ടാതെ പോയി കിടന്നുറങ്ങാം. അത് എന്നും വാശി പിടിച്ചിട്ട് അമ്മനോട്. അപ്പോൾ ഞാനൊക്കെ അതേപോലെ തന്നെ 41 നക്ഷത്രങ്ങൾ മിണ്ടാതെ ഭക്ഷണം വെച്ചിട്ട് മിണ്ടാതെ പോയി കിടന്നുറങ്ങും. അങ്ങനെ കിടന്നുറങ്ങി അങ്ങനെ അമ്മ ലാസ്റ്റ് എനിക്കൊരു സൈക്കിള് കഷ്ടപ്പെട്ട് വാങ്ങിത്തരുവാണ്. കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ വാങ്ങിത്തരുന്നത്. അങ്ങനെ സൈക്കിൾ വാങ്ങി. ആ ഒരു സൈക്കിള് മുറ്റത്ത് നിർത്താനും വയ്യ, സിറ്റ് ഔട്ട് നിർത്താനും വയ്യ, റൂമിനകത്തൊക്കെ ഞാൻ കൊണ്ടുപോയി നിർത്തിയിരുന്നത്.
അങ്ങനെ എനിക്ക് കഷ്ടപ്പെടുക. സൈക്കിളുമ്മലാണ് അതിൻ്റെ ആദ്യത്തെ യാത്രകൾ ഞാൻ പോയിരുന്നു കേട്ടോ. ഞങ്ങളടുത്ത ടി കെ കോളനി ആയാലും നിലമ്പൂർ മ്യൂസിയം ആയാലും ആട്യംപാറ വാട്ടർഫാൾസ് ആയാലും അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ സ്ഥലവും ഞങ്ങൾ ഫസ്റ്റ് യാത്ര പോയിരുന്നത് സൈക്കിളിലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സൈക്കിൾ കിട്ടുന്നത്. സൈക്കിൾ കിട്ടുന്ന ഒരുപാട് കഥകൾ ഞങ്ങളോട് പറയാണ്ട്. ഒരു ദിവസം ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി പറയുന്നതാണ്. അപ്പോൾ ഞങ്ങളിന് ക്രിക്കറ്റിലേക്ക് പോവാണ് ഞങ്ങൾ. ആണ് ബോള് ഞാൻ ചെയ്യാം അമ്മേ മാങ്ങക്കറി ഇന്നറിയല്ലേ ചേറി ബോൾ ആക്കണ്. ഫസ്റ്റ് ബോൾ തന്നെ മിസ്സാക്കിയാണ്. പിന്നെ ഞങ്ങൾ കളിയും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ഒരു വൈബിലേക്ക് പോവാണ്. ഈ ഒരു വീഡിയോ അങ്ങോട്ട് വെച്ചു. എൻ്റെ ചെയ്യാൻ അടുത്ത വീഡിയോ നാളെ വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.